ഇന്ന് ഹിന്ദു സ്വാഭിമാന ദിനമാണ്. അയോധ്യയിൽ വൈദേശിക ശക്തികൾ ഉയർത്തിയ അപമാനത്തിൻ്റെ തർക്കമന്ദിരം കർഷകരുടെ കരുത്തിൽ തകർന്നു വീണിട്ട് ഇന്നേക്ക് 32 വർഷം. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ഹിന്ദു സ്വാഭിമാന ദിനം കൂടിയാണ് ഇന്ന്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ സ്വാഭിമാന ദിനം. അപ്പോൾ അയോധ്യയിൽ സ്വാഭാവികമായി സുരക്ഷയും ശക്തമായിരിക്കുമല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇന്നിപ്പോൾ ഹിന്ദു സ്വാഭിമാന ദിനം ഭാരതമെമ്പാടും ആചരിക്കുകയാണ്. 32 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് അപമാനത്തിൻ്റെ അടയാളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ തർക്കമന്ദിരം കാർസേവകർ തകർത്ത് മാറ്റുന്നത്. നമുക്കറിയാം, രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള അധിനിവേശത്തിൻ്റെ ചരിത്രം അത് ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി. പിന്നീട് 11-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം രാജാക്കന്മാരുടെ തുടർച്ചയായുള്ള മത അധിനിവേശം നമ്മുടെ രാജ്യത്തേക്ക് ഉണ്ടാവുകയും അതിൽ പല പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന ഭൂമികൾ, ഹിന്ദു സംസ്കാരത്തിൻ്റെ ഹൃദയഭൂമികളായ അയോധ്യയും മധുരയിലും കാശിയിലുമൊക്കെ ഈ അധിനിവേശം വലിയ കേടുപാടുകൾ സൃഷ്ടിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ചു വീണ ഭൂമിയിലുമൊക്കെ തർക്കമന്ദിരങ്ങൾ നിർമ്മിക്കുകയും അവിടെ ഉണ്ടായിരുന്ന വളരെ പുരാതനമായ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. അയോധ്യയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. 1528 അവിടെ ബാബറുടെ സൈന്യം കടന്നു വന്ന അയോധ്യ നഗരത്തെ ആക്രമിക്കുകയും ലവകുശന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രം അവിടെ തകർത്ത് പിന്നീട് അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഒരു നിർമ്മിതി രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം വർഷങ്ങളായി തന്നെ ഉയർന്നു വരികയും അതിനുവേണ്ടി പല ഹിന്ദു രാജാക്കന്മാർ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നടത്തി. ആ പോരാട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ തങ്ങളുടെ ജീവിതം ശ്രീരാമ ജന്മഭൂമി തിരികെ പിടിക്കുന്നതിനായി ബലിദാനം നൽകി എന്നതാണ് ഭാരത ചരിത്രം അടയാളപ്പെടുത്തുന്നത്. പിന്നീട് 984 വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നതും 89 അതിൻ്റെ ശിലാന്യാസ് നടക്കുന്നു. 1990 ആദ്യ കാർസേവ നടക്കുന്നു. ആദ്യ കാർസേവയിലാണ് കൊൽക്കത്തയിൽ നിന്നുള്ള സഹോദരന്മാരായിട്ടുള്ള രാം കോട്ടാരിയും ശരത് കോട്ടാരിയും ഉൾപ്പെടെയുള്ള നിരവധി ചെറുപ്പക്കാർക്ക് മുലായം സിംഗിൻ്റെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ രണ്ടാമത്തെ കാർസേവ നടക്കുന്നത് 1992 ഡിസംബർ 6-നാണ്. അതായത് 32 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് കാർസേവകർ കൂട്ടത്തോടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് എത്തുകയും ഇന്ന് 11 മണിക്ക് 32 വർഷങ്ങൾക്ക് മുൻപ് 11 മണി കഴിയുമ്പോൾ 3 മുകുടങ്ങളും അവിടെ നിന്നും നീക്കം ചെയ്തുകൊണ്ട് കാർസേവയുടെ കരുത്ത് ഭാരതത്തിന് മുമ്പിൽ കാണിച്ച ദിവസമാണ്. അതിനാൽ തന്നെ ഹിന്ദു സ്വാഭിമാന ദിനം എന്നാണ് ഡിസംബർ 6 ഇപ്പോൾ അറിയപ്പെടുന്നത്. നമുക്കറിയാം, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ ഹിന്ദു സ്വാഭിമാന ദിനമാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ ജീവിതം പോലും ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടി മാറ്റിവെച്ച് കാർസേവകർ നടത്തിയ ആ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് 1528 ബാബർ നിർമ്മിച്ച ആ തർക്കമന്ദിരം അവിടെ നിന്നും നീക്കാൻ സാധിച്ചത്. അതിനാൽ തന്നെ ഹിന്ദു സ്വാഭിമാനത്തിൻ്റെ ആ വാർഷികാഘോഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇനിയും ചില കടമകൾ ബാക്കിയുണ്ട്. നമുക്കറിയാം, ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സമൂഹവും കാശിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുരയ്ക്ക് വേണ്ടിയുമുള്ള അവകാശ പോരാട്ടങ്ങളിലാണ്. ഈ 2 കേസുകളും ഇപ്പോൾ രാജ്യത്തെ കോടതികളുടെ പരിഗണനയിലാണ്. അടുത്ത കാലത്ത് RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞൊരു കാര്യം, ഈ കേസുകൾ കോടതി വഴിയാണ് പരിഹരിക്കേണ്ടത്, അല്ലാതെ അയോധ്യ മാതൃകയിലുള്ളൊരു പ്രക്ഷോഭം ഇതിന് ആവശ്യമില്ല. കാരണം ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുൻപ് ഇത്തരം വിഷയങ്ങളെ എതിർക്കുന്ന ഭരണകൂടവും കോടതികളും ഒക്കെ ആയിരിക്കാം മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. വിഷയത്തെ അതിൻ്റെ അന്തസത്തയോടുകൂടി കൈകാര്യം ചെയ്യുന്ന കോടതികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനാൽ വലിയ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യം കാശിയുടെയും മധുരയുടെയും കാര്യത്തിലില്ല. അത് കോടതി വ്യവഹാരത്തിലൂടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. എന്തായാലും ഹിന്ദു സ്വാഭിമാന ദിനം ഭാരതമെമ്പാടും ഇന്ന് കൊണ്ടാടുമ്പോൾ ഇനിയും മധുരയും കാശിയും ബാക്കിയാണ് എന്ന ആഹ്വാനം കൂടിയാണ് ഈ ദിവസം ഉയരുന്നത്. തീർച്ചയായും അതിൻ്റെ വാർഷികം, 1-ാം വാർഷികം എന്നുള്ള നിലയിൽ അയോധ്യയിൽ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള ആദ്യ സ്വാഭിമാന ദിനം. ശബരിമലയിൽ അടക്കമുള്ള പുണ്യകേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാണ്. അയോധ്യയിൽ ഈ ദിനത്തിൻ്റെ പ്രത്യേകത, അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഗൗതം?
വിനോദ്, അയോധ്യ നമുക്കറിയാം പൊതുവെ വലിയ സുരക്ഷയുള്ള ഒരു മഹാക്ഷേത്രമാണ്. കാരണം അയോധ്യയുടെ പേരിൽ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നിട്ടുള്ള സംഘർഷങ്ങൾ, കലാപങ്ങൾ, അതോടൊപ്പം തന്നെ കോടതി വ്യവഹാരങ്ങളുടെയൊക്കെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ അയോധ്യ രാമക്ഷേത്രത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട്. അവിടെ ഒരിക്കൽ പോലും സുരക്ഷ കുറയ്ക്കുന്ന ഒരു പശ്ചാത്തലമില്ല. അതിനാൽ തന്നെ അയോധ്യയിൽ പ്രത്യേക പരിഗണനയിലുള്ള സുരക്ഷ എന്നതില്ല, മറിച്ച് എപ്പോഴുമുള്ള സുരക്ഷ തന്നെയാണ്. അതേസമയം ഉത്തർപ്രദേശിലെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ, അതായത് അർദ്ധ സൈനിക വിഭാഗത്തെയും UP പോലീസിൻ്റെ പ്രത്യേക കമാൻഡോകളെയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഒന്ന് സാമ്പലാണ്. സാമ്പലിൽ നമുക്കറിയാം ഇപ്പോൾ അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അയോധ്യയ്ക്ക് സമാനമായി തന്നെയുള്ള ഒരു തർക്ക കേസാണ്, ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. 1528 ഈ അയോധ്യയിൽ രാമക്ഷേത്രം, ഈ ലവകുശന്മാർ സ്ഥാപിച്ച മഹാക്ഷേത്രം തകർക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ സാമ്പലിൽ ഒരു ഹരിഹർ ക്ഷേത്രം തകർക്കപ്പെട്ടത് എന്നാണ് ഹൈന്ദവ സംഘടനകൾ വാദിക്കുന്നത്. ഇതിൻ്റെ തെളിവുകൾ ഇപ്പോഴത്തെ ആ തർക്കമന്ദിരത്തിനകത്തുണ്ട് എന്നും ഹിന്ദുക്കൾ വാദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമ്പലിൽ അടുത്തിടെ അഭിഭാഷക കമ്മീഷനെ അവിടുത്തെ പ്രാദേശിക കോടതി നിശ്ചയിക്കുകയും അഭിഭാഷക കമ്മീഷൻ 2 തവണ ഈ തർക്കമന്ദിരത്തിനകത്ത് വന്ന് പ്രത്യേക പഠനം നടത്തുകയും ഒക്കെ ചെയ്തു. അതിനാൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ സാമ്പൽ, അതോടൊപ്പം തന്നെ ബറേലി തുടങ്ങിയ മേഖലകളിലൊക്കെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. സാമ്പലിൽ ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഫ്ലാഗ് മാർച്ച് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ സുരക്ഷ കൂട്ടി. ഒപ്പം ഡിസംബർ 6 ശബരിമലയിലും സുരക്ഷ കൂടുതലായി വർദ്ധിപ്പിക്കാറുണ്ട്. കാരണം 1992 ഡിസംബർ 6 ഈ തർക്കമന്ദിരം തകർക്കപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് മുസ്ലിം ഭീകര സംഘടനകൾ, അന്നത്തെ NDF-ഉം അതോടൊപ്പം തന്നെ അബ്ദുൽ നാസർ മദനിയുടെ PDP ഒക്കെ പോലെയുള്ള സംഘടനകൾ അന്ന് നടത്തിയ ഒരു മുദ്രാവാക്യം അയോധ്യയ്ക്ക് പകരം, അല്ലെങ്കിൽ അയോധ്യയിലെ തർക്കമന്ദിരത്തിന് പകരം ശബരിമലയിൽ തങ്ങൾ അക്രമം നടത്തും, അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുമെന്ന ഭീഷണി ആ കാലത്ത് ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ ഡിസംബർ 6-നും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാറുണ്ട്. വിനോദ്, തീർച്ചയായും ഈ സ്വാഭിമാന ദിനം, പ്രത്യേകിച്ച് അയോധ്യയിലെ തർക്കമന്ദിരം തകർക്കപ്പെട്ടതിൻ്റെ വാർഷികം, സ്വാഭാവികമായും ഹൈന്ദവ ആരാധനാലയങ്ങളിലടക്കം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സ്വാഭിമാന ദിനത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.